വളരെ വേദനയോടെ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമ്മൾ കേരളം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥയാണ് വയനാട്ടിലെ ആ മനുഷ്യരവിടെ നേരിടുന്നത്. ഇതിൽ ആലോചിച്ച് നോക്കുക, ഒരാളുടെ മുഴുവനും ബന്ധുക്കളും സ്വന്തക്കളും സുഹൃത്തുക്കളും വീടും സമ്പാദ്യങ്ങളും ജീവിതകാലത്തെ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം ഒരു വളരെ പെട്ടെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം നഷ്ടപ്പെട്ടിട്ട് മുമ്പിലൊരു വലിയ ശൂന്യതയായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ. അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ബന്ധുമിത്രാദികൾ കൈയില്ലാതെയും കാലില്ലാതെയും ഒക്കെ ഇരിക്കുന്ന, അല്ലെങ്കിൽ അവരെവിടെയാണെന്ന് പോലും അറിയാൻ മേലാത്ത ഒരവസ്ഥ. ഇത് പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ കിടക്കുന്നു, അവരുടെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ. ആരും ഇല്ലാതെ, സ്നേഹിച്ചവരും സ്നേഹിക്കുന്നവരും ആരുമില്ലാതെ ഇരിക്കുന്നൊരവസ്ഥ. ചില ആൾക്കാരുടെ വീട്ടിൽ ചോദിച്ചപ്പം വീട് പണിത് തരും എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഉറ്റവരും ഉടയരും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് വീട് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. ഇത് സങ്കല്പിക്കാൻ നമുക്ക് പറ്റുന്നൊരു അവസ്ഥയാണോ എന്ന് ആലോചിച്ച് നോക്കി. അതിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിൽ കമ്പയർ ചെയ്താൽ മരിച്ചവരല്ലേ ഭാഗ്യവാന്മാർ. ജീവിച്ചിരിക്കുന്നവരുടെ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അവർ ഇന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അവരുടെ ആഗ്രഹം, അവരുടെ സ്വന്തപ്പെട്ട ഒരു ബന്ധുക്കൾ മരിച്ചവരുടെ ബോഡി ഒന്ന് കാണാൻ സാധിക്കുമോ? ഇതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ഒരാഗ്രഹം, ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ആരുടെ ജീവിതത്തിലും ഇതുപോലത്തെ വലിയ പ്രതിസന്ധികൾ വരാവുന്നതാണ്. ആരുടെ ജീവിതത്തിലും എനി ടൈം എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയിൽ നമ്മളുടെ സഹോദരങ്ങൾ അവിടെ അനുഭവിക്കുമ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചില മനുഷ്യർ, അവരെ മനുഷ്യരെന്നാണോ വിളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല, അത്രയും നീചമായിട്ടുള്ള കമൻറ്റുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ആരെങ്കിലും ഒരാളവിടെ പോയിട്ട് കഴിയുമ്പോൾ അയാളുടെ ജാതിയും മതവും രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും അല്ലെങ്കിൽ സിനിമാക്കാരും ഒക്കെ പോകുന്ന സമയത്ത് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് അതിനുവേണ്ടി ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ പടവെട്ടുന്ന ആൾക്കാർ അവരെത്ര നീചന്മാരാണെന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു അവസ്ഥ വന്ന ആ മനുഷ്യരെക്കുറിച്ച് നമ്മുടെ സഹോദരന്മാരാണ്, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു സെക്കൻഡ് അവരുടെ ജീവിതം, നമുക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും ജീവിതം എന്നൊരു സെക്കൻഡ് ആലോചിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറത്തെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവരെയൊക്കെ മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നെങ്കിലും അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അത്രമാത്രം യാതൊരു സഹാനുഭൂതിയും നമ്മുടെ സഹജീവികളോടില്ലാത്ത അവരൊന്നും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ഏത് മതം വിശ്വാസപ്രകാരമാണ് അവർ ജീവിക്കുന്നെങ്കിലും അതൊന്നും ഒരിക്കലും അത് അവർ ഒന്നിനോടും ആരോടും സ്നേഹമില്ലാത്ത മനുഷ്യരെന്ന് പറയാൻ പറ്റിയില്ല, അത്രമാത്രം നീചജന്മങ്ങളാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദയവേത് അതുപോലെയുള്ള ആൾക്കാർ ദയവേത് എന്തെങ്കിലും സമൂഹത്തിനോടോ ആരോടെങ്കിലും പ്രതിബദ്ധതയോ സഹാനുഭൂതിയോ ഉണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഒന്ന് നിശബ്ദമായിട്ടിരിക്കാനൊരു അപേക്ഷയാണ്.